ജിബിൻ ജെബി തുടരുന്നുണ്ട്. ജിബിനെ ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരു നോട്ടീസ് നൽകണം അല്ലേ, സമയം നൽകണം അവർക്ക്, അതൊരു വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്നാണ് രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ നടപടികൾ, ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ ഇന്ന് ഒഴിവാക്കുന്നു എന്നൊരു സാഹചര്യമുണ്ടോ, അതോ പോലീസ് ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്? ഈ മുസ്ലിം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇവർക്ക് ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഇനിയും 2 ദിവസത്തേക്ക് കൂടിയെങ്കിലും സമയം കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് കോടതിയിലേക്ക് പോയി മറ്റു നടപടികൾ കോടതി ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കുടുംബത്തിന് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിന് കുറച്ച് ദിവസം കൂടി സമയം അനുവദിക്കണം. ഈ മൃതദേഹം ഇവിടെ നിന്ന് ആരും പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ, ഇവിടെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ആചാര ലംഘനങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം പൂർണ്ണമായിട്ടുള്ള ഇവരുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൃതദേഹം ഇവിടെ സമാധിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഇനിയും സമയം കൊടുക്കണം, അവർക്ക് ആലോചിക്കാൻ സമയം കൊടുക്കണം എന്നൊരു നിലപാടിലേക്കാണ് ഈ സംഘടനകൾ എത്തിയിരിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് കളക്ടർ ഇറക്കിയിരിക്കുന്ന ഉത്തരവനുസരിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ മൃതദേഹം ഈ സമാധിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഉത്തരവും കൂടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പോലീസിന്റെ കയ്യിലുള്ളത് ആ ഒരു ഉത്തരവാണ്. അപ്പോൾ ആ ഒരു ഉത്തരവിന്റെ നടപടികളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധക്കാരെ അവരെ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വീണ്ടും പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടപടിക്രമങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ അതിന്റെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയരം, അതുപോലെ തന്നെ ഈ സമാധി ഇരിക്കുന്ന അവർ അവിടെ കെട്ടിയെടുത്തിരിക്കുന്ന ആ ഒരു വസ്തുവിന്റെ രൂപം ഒക്കെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും അതുപോലെ തന്നെ ഈ ഫോറൻസിക് സയന്റിഫിക് സംഘങ്ങളും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചുകൂടി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതുകൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇത് പൊളിക്കുന്നതിനേക്കുള്ള പൊളിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഘടനകൾ അവരുടെ കുടുംബത്തോടൊപ്പം നിന്നുള്ള കുടുംബത്തിന്റെ നിലപാട് അറിയിച്ചെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിഷേധത്തിനൊക്കെ തന്നെ ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുകയാണ്. ആ പ്രതിഷേധക്കാരൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ജിബിൻ, പക്ഷേ ഇപ്പോൾ VSDPയുടെ നേതാക്കൾ പറഞ്ഞു കേട്ടു, ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കി ഇത് ചെയ്യാനാണ് പോലീസ് തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നാണ്. അപ്പോൾ ഈ കൂടുതൽ ആളുകൾ ഈ സംഘടനകൾ ഏറ്റെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മറ്റു പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടല്ലോ. അത് മുൻകൂട്ടി കണ്ട് പോലീസും അവിടെ കൂടുതലൊരു സുരക്ഷ ശക്തിപ്പെടുത്തുന്നുണ്ടോ? ദിവിഷ്, അതാണ്. നേരത്തെ തന്നെ ഈ പോലീസും ജില്ലാ അസിസ്റ്റന്റ് കളക്ടറും ഒക്കെ തന്നെ ഇവിടെ എത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യമൊക്കെ പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന സ്ഥലത്തും ഇവിടുന്ന് പുറത്തു വശത്തും മറ്റ് സംഘടനകൾ ഒന്നിച്ചു കൂടി നിൽക്കുന്ന സ്ഥലത്തും ഇവിടേക്ക് ഇറങ്ങുന്ന സ്ഥലത്തും ഒക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കർശന നിരീക്ഷണമുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സംഘടനകൾ ഇപ്പോൾ നേരത്തെ പ്രതികരണം അറിയിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഏകദേശം വലിയ രീതിയിലുള്ള സാമുദായിക സംഘർഷങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഇനി കടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം നടപടികൾ പൂർത്തിയാക്കാൻ. അതിനാണ് കുടുംബത്തിന് സമയം വേണമെന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മരിച്ച ആൾ തന്നെ ഗോപൻ സ്വാമി ഉൾപ്പെടെയുള്ളവർ തന്നെ ഏകദേശം 28 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി, മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വർഗീയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് അത് ചർച്ച ചെയ്യണം, കുടുംബവുമായി ചർച്ച ചെയ്യണം, കുടുംബത്തോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ നിലപാടൊക്കെ തന്നെ അവർക്ക് ആലോചിക്കേണ്ടത്. അതിനുകൊണ്ട് ഇനി ഒരു 2 ദിവസം കൂടി സമയം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാകുന്നതെന്നാണ്, എന്ത് നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് നമുക്ക് കാണേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഈ കളക്ടറിന്റെ ഉത്തരവിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള കളക്ടർ പുറത്തിറക്കിയ ഉത്തരവൊക്കെ പോലീസിന്റെ കയ്യിലിരിക്കുകയാണ്. കളക്ടർ അതിനായി ചുമതലയേൽപ്പിച്ച സബ് കളക്ടർ ഉൾപ്പെടെയുള്ള സ്ഥലത്തുണ്ട്, DVSP സ്ഥലത്തുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചയിലാണ്. കാരണം ഇത്തരത്തിൽ ഈ സംഘടനകൾ അവരുടെ നിലപാടുകൾ അറിയിച്ചു, കുടുംബത്തിന്റെ നിലപാട് അറിയിച്ചു. പക്ഷേ ഇതൊന്നാണ് ഈ കോമ്പൗണ്ടിന് പുറത്ത് മറ്റൊരു സംഘം കൂടിയുണ്ട്. നാട്ടുകാരുടെ അതുപോലെ മറ്റ് ചില മതസംഘടനകളെ ആളുകളൊക്കെ തന്നെ പുറത്തുണ്ട്. അവരോടൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയൊരു കൂട്ടമുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് പറ്റില്ല. കാരണം ഈ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ ആരോപണ വിധേയരാണ്. കാരണം ഇത് എങ്ങനെ സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നൊക്കെയുള്ളത് നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കളക്ടറിന്റെ ഉത്തരവ് പോലെ തന്നെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള നടപടികൾ നടത്തണമെന്നാണ് ഈ പുറത്തു നിൽക്കുന്ന ആൾക്കാരും ആവശ്യപ്പെടുന്നത്. അവരെ പോലീസ് നിലവിൽ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അവർ അകത്തേക്ക് കയറാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംഘർഷ അവസ്ഥയ്ക്കൊക്കെ തന്നെ അയവ് വന്നിട്ടുള്ളത്. എന്തായാലും ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ശരി ജിബിൻ, എന്തായാലും നിലവിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് നോട്ടീസ് അടക്കം നൽകണം, നിയമപരമായി അവർക്ക് അതിനുള്ള സമയം കൊടുക്കണമെന്ന വാദമാണ് സംഘടനകൾ ഉന്നയിക്കുന്നത്. ഒരിടത്ത് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്.